ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റീന എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് റീന, 34 വയസ്സുണ്ട്, വിവാഹിതയാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഒരു ഇടത്തരം കുടുംബം. എൻ്റെ അച്ഛൻ പള്ളിവക സ്ഥാപനത്തിൽ ജോലിയുണ്ടായിരുന്നു, അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞൊരു കുടുംബം എന്ന് പറയാം. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അച്ഛനെ കണ്ടാൽ അത്ര വലിയ സുന്ദരനൊന്നുമല്ല, അമ്മ പക്ഷേ അതീവ സുന്ദരിയാണ്. രണ്ടുപേരും തമ്മിൽ ഒരു ജോഡി ചേർച്ച പോലുമില്ല. അമ്മ എങ്ങനെയാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വളർന്നു വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു, അന്നത്തെ കാലത്ത് പെട്ടെന്ന് കല്യാണം നടക്കല്ലേ, നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയും, വീട്ടുകാരെ പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങ് സമ്മതിച്ചു. ഞാൻ 10ാം ക്ലാസ്സിലും അനിയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. പുള്ളി സ്വയം ഇല്ലാതാവുകയായിരുന്നു. അതിൻ്റെ രഹസ്യമൊന്നും എനിക്കറിയില്ല മാഡം. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് മറ്റാരോ പെണ്ണുങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അങ്ങനെ എന്തോ പറ്റിയതാണെന്നാണ്. പക്ഷേ അന്ന് എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പറഞ്ഞത് അമ്മയുടെ കടയിരിപ്പുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്നാണ്. എന്താണെന്ന് ഒരു പിടിയുമില്ല. പിന്നീട് അച്ഛൻ്റെ ജോലി അമ്മയ്ക്ക് കിട്ടി. അങ്ങനെ അമ്മയുടെ തണലിലാണ് ഞങ്ങൾ വളർന്നത്. ഞാൻ ഡിഗ്രിയും പിന്നെ PGയും വേറൊരിടത്ത് നിന്നാണ് പഠിച്ചത്, അമ്മയുടെ അനിയത്തിയുടെ കൂടെ. അവർ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുകയായിരുന്നു. അമ്മയും സഹോദരനും വീട്ടിൽ. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും വരും, അത്ര വലിയ ദൂരമൊന്നുമില്ല. ചിലപ്പോൾ പറയാതെയും വരും കേട്ടോ. ഞാനിന്ന് PGക്ക് പഠിക്കുകയാണ്, എൻ്റെ സഹോദരൻ ഡിഗ്രിക്കും. ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വീട്ടിൽ പോകണം തോന്നിയത് കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു മാഡം. അമ്മയോടൊന്നും പറഞ്ഞൊന്നുമില്ല, അല്ലെങ്കിലും അങ്ങനെ വിളിച്ച് പറയാൻ മാത്രം സൗകര്യമൊന്നും വന്നില്ലായിരുന്നു. എന്തായാലും ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി. ജസ്റ്റ് മുൻവാതിൽ തട്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ചേർത്തടച്ചിരിക്കുകയായിരുന്നു. അങ്ങ് തുറന്നു. ഞാനാണെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കറണ്ടൊന്നുമില്ല. ഇവരിനി എവിടെയായിരിക്കും? എൻ്റെ അനിയൻ്റെ റൂമിലായിരിക്കും, അമ്മയുടെ റൂമിലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാഡം, അമ്മയുടെ റൂം ചെന്ന് ഞാൻ തുറന്നപ്പോൾ കണ്ട കാഴ്ച അമ്മയും അനിയനുമായിട്ട് ഒരു സംഗമരാഗ കച്ചേരി തന്നെ നടക്കുന്നു. എൻ്റെ അമ്മയുടെ കുന്തളിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയും വെറുപ്പും ഒക്കെ തോന്നിപ്പോയി. ഇത്രയും ആക്റ്റീവായിട്ട് എൻ്റെ അമ്മ പെരുമാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അതും സ്വന്തം മകനോട്. അവനും ഒരു പ്രശ്നവുമില്ല. തനിയെ ഏതാനും വർഷങ്ങൾ താമസിച്ചപ്പോഴേക്കും ഇവർ ഇങ്ങനെയായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ മുറി തുറന്നത് പോലും അവർ അറിഞ്ഞില്ല. മഴയുടെ ശബ്ദം കൊണ്ടായിരിക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി മാഡം. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി എന്തു ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ അവരെ തുടരാൻ സമ്മതിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഞാനാണെങ്കിൽ അകത്തളത്ത് ചെന്ന് പിന്നെയും വിളിച്ചു, മമ്മി മമ്മി എന്ന്. അപ്പോഴേക്കും അമ്മ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു. രണ്ടുപേരും എന്ത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയാം. കഴിഞ്ഞിട്ടല്ല, അവർ തുടക്കത്തിലോ പീക്കിലോ ആയിരിക്കാം. പക്ഷേ രണ്ടുപേരും ഒന്നും ഭാവിച്ചില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ ഞെട്ടൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു മാഡം. എങ്കിലും സ്വാഭാവികമായിട്ട് പെരുമാറാൻ ഞാൻ ശ്രമിച്ചു. എന്താടി നീ വന്ന് മഴയത്ത് ഞങ്ങളെ പേടിപ്പിച്ചല്ലോ, ഞങ്ങൾ മുറിയിൽ എല്ലാം ഒന്ന് അടുക്കി പറക്കുകയായിരുന്നെന്ന് പറഞ്ഞു. അടുക്കിയും പെറുക്കിയും രണ്ടുപേരും കൂടി അവിടെ എന്താ കാണിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. രണ്ടുപേരും ഭൂലോക കള്ളന്മാരും കള്ളികളുമാണ് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പോട്ടെ, ഇതിപ്പോൾ പറയാനോ ചോദിക്കാനും പറ്റില്ലല്ലോ. അനിയനും അമ്മയും രണ്ടുപേരുടെയും ഇടയ്ക്കാണ് ഞാൻ. ചെകുത്താനും കടലിലും നടുക്ക് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞു. അവരോട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിരുന്ന് വെങ്ങുകയാണ്. പക്ഷേ അമ്മയോട് ചോദിക്കണം എനിക്ക് തോന്നി. കൊച്ചു ചെക്കനായ എൻ്റെ അനിയനെ അമ്മയായിരിക്കുമല്ലോ ഈ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചു ചാടിച്ചത്. അമ്മയെക്കുറിച്ച് ആളുകൾ പറയുന്നതിൽ എന്തൊക്കെ ദുരൂഹതയുണ്ട്, അത് കറക്റ്റുമാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ അമ്മയുടെ തൻ്റെടത്തിന് മുന്നിൽ എനിക്ക് ചോദിക്കാൻ വലിയ മടിയായിരുന്നു. ഒരു ദിവസം ആളുകളുടെ പ്രേമവും കോളേജിലെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പുറകെ ഒരുത്തൻ നടക്കുന്നുണ്ടെന്ന്. അമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കോപിച്ചു. എടീ, കണ്ടവനെ കൈയും കാലും കാണിച്ച് വയറും വീർപ്പിച്ച് ഇങ്ങോട്ട് വന്നാൽ അടിച്ച് വെളിക്കകത്ത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാവരും അമ്മയെപ്പോലെയല്ല, എനിക്ക് അങ്ങേരെ ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ പുറകെ നടക്കുമെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ എന്താണ് നീ ഉദ്ദേശിച്ചത്? എനിക്ക് കാമുകന്മാരുണ്ടെന്നാണോ, അതോ നിങ്ങളൊന്നും അറിയാത്ത ഭർത്താവ് എനിക്കുണ്ടെന്നാണോ? ഞാൻ പറഞ്ഞു, എനിക്കതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അറിയില്ല, നാട്ടിലിറങ്ങി അമ്മ തന്നെ ഒന്ന് അന്വേഷിക്കുക, അപ്പം മനസ്സിലാകുന്നു. അപ്പോഴേക്കും അമ്മ എന്നെ നല്ല രീതിയിൽ തെറി വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ കിടന്ന് ഇളകണ്ട, നിങ്ങൾ
സ്വന്തം മകനുമായിട്ട് ഇത്ര ഒരു ബന്ധം പുലർത്തുന്ന സ്ത്രീയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വലിയ ഷോക്കായി. നീ എന്നെ അടിച്ചു താഴ്ത്താൻ വേണ്ടി ഇത്രയും വൃത്തികെട്ട കാര്യം പറഞ്ഞോന്ന്. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് പകർത്താൻ അന്നേരം എൻ്റെ ഒന്നുമില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാനത് പകർത്തി വെച്ചേനെ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആകെ അടിപതറി. എടീ, ഇത് നീ എൻ്റെ അനിയത്തിയോടോ അല്ലെങ്കിൽ ആൾക്കാരോടോ വല്ല പറഞ്ഞിട്ടുണ്ടോ? ഇനി കേൾക്കുന്ന ഗോസിപ്പിൻ്റെ കൂടെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ മതി, എല്ലാം തീർന്നെന്ന്. ഞാൻ പറഞ്ഞു, കേൾക്കുന്ന ഗോസിപ്പിലെല്ലാം എന്തോ കാര്യമുണ്ട്. അച്ഛൻ മരിച്ചതിന് പിന്നിലും ഇത്തരം ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ ശരിയല്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിന്നെ റേസായി. ഞാൻ പറഞ്ഞു, ഇനിയും എന്നോട് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ കഥകളല്ല എല്ലാവരോടും പറയും. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് എന്നോട് പേടിയും വെറുപ്പുമായിരുന്നു. എൻ്റെ കാര്യങ്ങളിൽ അധികം ഇടപെടില്ല. എന്തെങ്കിലും ഫീസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദേ അവിടെ ഇരിക്കുന്ന പൈസ എന്ന് പറയും. അവർ തമ്മിലുള്ള ബന്ധം എന്തൊക്കെ പറഞ്ഞാലും അനുസ്യൂതമായിട്ട് തുടരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു മാഡം. ഞാൻ ചിലപ്പോഴൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ തുണി എടുക്കുമ്പോൾ പലപ്പോഴും ബാത്റൂം വെച്ചും ഒക്കെ തെളിവുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് അപമാനം. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരനോടും ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇത് ശരിയല്ലെന്ന്. അതോടുകൂടി അവനും എന്നോട് പിണക്കമായി. പിന്നെ അവൻ PG ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എന്നിട്ട് കുത്തുവാക്കൾ പറയും. നീ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നക്കാരനാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് പറയും. അമ്മയപ്പോഴേക്ക് സെൻറ്റിമെൻറ്റ്സ് പറയും. ഇവളൊറ്റ ഒരുത്തിയ എല്ലാത്തിനും കാരണമെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാഡം. പക്ഷേ ആ സമയത്താണ് അമ്മ തന്നെ പറഞ്ഞത്, നീ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, എങ്കിൽ മാത്രമേ നിൻ്റെ അനക്കം നിൽക്കുകയുള്ളൂ. നിനക്ക് വേറെന്തോ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും അപവാദം പറഞ്ഞ് നടക്കുന്നത്. നിനക്കൊരാണ് വന്നേലേ ശരിയാകുള്ളൂ. നീ ഒരു മതയാനയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോന്ന് പറഞ്ഞു മാഡം. അങ്ങനെ നിൽക്കാനും വയ്യ, തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അമ്മ പറഞ്ഞ ആളെ ഞാൻ കല്യാണം കഴിച്ചു മാഡം. അത് വലിയൊരു ദുരന്തമായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എനിക്കൊരു പ്രശ്നമുള്ളതാണോ ഒന്നും അറിയില്ല. കുട്ടികളുണ്ടാകുന്നില്ല. അയാൾക്ക് ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തി. വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു മണവുമില്ല, ഗുണവുമില്ല. വീട്ടുകാരാണെങ്കിലും പ്രത്യേക ടൈപ്പ്. വർഷങ്ങളോളം ഞാനവിടെ കടിച്ചു പിടിച്ച് നിന്നു. ഞങ്ങളുടെ സഭയിൽ വിവാഹം അത്ര പെട്ടെന്ന് മോചിപ്പിക്കാൻ പറ്റില്ല മാഡം. പക്ഷേ ഭാഗ്യമെന്ന് ഞാൻ പറയും. കാര്യം അയാൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടു വന്നു. അത് 2 വർഷത്തിന് മുമ്പാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ സ്വീകരണം ഒട്ടും നല്ലതായിരുന്നില്ല. എന്നെ ഒരു അധികപ്പറ്റ് പോലെയാണ് കണ്ടത്. അതുമാത്രമല്ല, കുട്ടികളുണ്ടാകാത്തത് എൻ്റെ കുഴപ്പമാണെന്നും അമ്മ പറയുകയാണ്. എന്ത് ചെയ്യാനാണ്, പരിശോധനകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയതാണ്. അയാൾക്കാണ് കുഴപ്പമെന്ന് കണ്ടതാണ്. എന്നിട്ടും അമ്മ കുറ്റപ്പെടുത്തി. ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞത് ദുഷ്കരമാണെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും അമ്മയുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. രാത്രിയിലൊക്കെ പല ആളുകളും വരുന്നുണ്ട്. എൻ്റെ സഹോദരൻ ഇവിടെയല്ല താമസം. അവൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അമ്മയ്ക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവളുടെ വീട്ടിലാണ്. കുറച്ച് സാമ്പത്തികമുള്ള വീടാണ്. അതുകൊണ്ട് അവൾക്ക് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു, അച്ഛനമ്മയെ നോക്കാൻ. അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അമ്മയും മകനും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അവളാണെങ്കിൽ ഒരു ദിവസം പോലും ഇവിടെ വന്ന് നിൽക്കില്ല. അമ്മയോട് സംസാരിക്കാനൊക്കെ അവൾക്ക് വലിയ താല്പര്യമാണ്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു വിടുകയും ചെയ്യും. പക്ഷേ ഇവിടെ വന്ന് നിൽക്കില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ കുഴപ്പമായിരുന്നില്ല. എല്ലാം ഒരു സൗഭാഗ്യമായിരുന്നു. ചിലപ്പോൾ മകനാകും അമ്മയ്ക്ക് വേണ്ടിയുള്ള ചില കൂട്ടുകാരെ വീട്ടിലേക്ക് കൊണ്ടുവിടുക. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മയുടെ ഫേമസ് ആയിരുന്നു മാഡം. പക്ഷേ വീട്ടിലേക്ക് അധികം വരാത്തതിനാൽ അതിൻ്റെ ഇഫക്റ്റ് ഒന്നും എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും അടക്കം എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങിയത്. അമ്മ പക്ഷേ എന്നെ ചവിട്ടിത്താഴ്ത്തി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തീർന്നു. എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. ഹോസ്റ്റലിലേക്ക് മാറിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്ന വരുമാനം ഇതും കൂടെ ചേർന്ന് പോകില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തത് അമ്മയും സഹോദരനെയും ഒക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക മനസ്സിൽ നിന്ന്. എന്നിട്ട് എൻ്റെതായ രീതിയിൽ രണ്ടും കൽപ്പിച്ച് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് ജീവിക്കുക. അങ്ങനെയാണ് ആ വീട്ടിൽ ഞാൻ നിന്ന് പോകുന്നത്. ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു മാഡം. ആ സമയത്ത് എന്നെ ആരോ പുറകിൽ നിന്ന് വന്ന് എടുത്ത് വട്ടം കറക്കി. അതുമാത്രമല്ല, പോപ്പോയും അതിനിടയ്ക്ക് നടന്നു. അതും ഒരു കരണ്ടില്ലാത്ത സമയമായിരുന്നു. ജസ്റ്റ് പുറത്തുനിന്നുള്ള വെളിച്ചം മാത്രമേ ഉള്ളൂ. ഞാൻ അലറിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സഹോദരനാണതെന്ന്. അപ്പോൾ എനിക്ക് അവന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് പ്രതികരിച്ചു. നല്ല തെറിയും വിളിച്ചു. അവനപ്പോൾ സോറി പറഞ്ഞു.
അമ്മയാണെന്ന് ഉദ്ദേശിച്ച് അവൻ വന്നതാണെന്ന്. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. എന്താടി നീ കിടന്ന് കാറുന്നത്? നാട്ടുകാരെ മുഴുവൻ അറിയിക്കുമല്ലോ ഇത്രയും ചെറിയ കാര്യത്തിനാണെന്ന്. ഞാൻ ചോദിച്ചു, ഇത് ചെറിയ കാര്യമാണോ? ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് പോപ്പ അടിച്ച് വട്ടം കറക്കാന്ന്. അപ്പം അമ്മ പറഞ്ഞു, ആ ഞാനാണെന്ന് പറഞ്ഞ് അവൻ കാണിച്ചതല്ലേ, നീ അങ്ങ് ക്ഷമിക്ക്. നിന്റെ ഭർത്താവിൻ്റെ കൂടെ നീ കഴിഞ്ഞതല്ലേ, അവനെ എന്തിനു കൊള്ളാമായിരുന്നു മണക്കൂസൻ. പക്ഷേ അവൻ ഒത്തിരി നല്ല ചെറുപ്പക്കാരെ കൂട്ടുകാരുണ്ടായിരുന്നെന്നും വരുമ്പോൾ വെച്ച് വിളമ്പി കൊടുത്ത് അവരെയൊക്കെ ഊട്ടിവിടുന്നത് നീയാണെന്നും നിന്റെ അമ്മായിയമ്മ എന്നോട് ദിവസം പറഞ്ഞതാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവൻ എല്ലാം ചേർന്ന് അവിടെ കുമ്മിയടിക്കുകയായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, മേലിൽ ഇത്തരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പോൾ അമ്മ പറയുകയാണ്, എടി എന്തായാലും അവിടെ നീ നന്നായിട്ട് ആടിയിട്ടാണ് വന്നെന്ന് എനിക്കറിയാം. നിന്നെ കണ്ടപ്പോഴേ അറിയാം. അവൻ കൈകാര്യം ചെയ്താൽ മാത്രം ഇങ്ങനെയാകില്ല. അല്ല, നിനക്ക് പല എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ തോന്നും, കാര്യം നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലെന്ന്. ഉണ്ടടി, അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ കയ്യിൽ നിന്ന് മാത്രം വന്നവളല്ല നീന്ന്. നീ പല കൈ മറിഞ്ഞു ചാടി അവസാനം ഗത്യന്തരമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നവളാണ് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് മാഡം? അപ്പോഴേക്കും അമ്മ പിന്നെയും പറയുകയാണ്, അങ്ങനെയുള്ള നിനക്ക് എൻ്റെ കുഞ്ഞൊന്ന് വന്നപ്പം എന്താണ് ഇത്ര വലിയ പ്രശ്നം? അവനൊരു സുന്ദര കുട്ടപ്പനല്ലേ, നോക്ക്. വേണമെങ്കിൽ നീയും ഓക്കെ ആയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനിപ്പോൾ ഭാര്യയുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്. അവൻ ഈ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളും. ഒന്നിനും ഇവിടെ ഒരു പ്രശ്നവുമില്ലടി, എല്ലാം ഫ്രീ ആണ്. നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫ്രീഡം വേണോ? ഏതെങ്കിലും ആണുങ്ങളെ ഇങ്ങോട്ട് വിളിക്കണോ? നിനക്ക് എൻജോയ് ചെയ്യണോ? എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നീ ഞങ്ങളുടെ കൂടെ കൂടണം. അല്ലാതെ വെറുതെ ഇവിടെ ഇരുന്ന് അയ്യോ അമ്മ എങ്ങനെയാണ്, സഹോദരൻ എങ്ങനെയാണ്, പുറത്തു പോയി ശീലാവ് ചമഞ്ഞ് നീ അങ്ങനെ വലിയ ആളൊന്നും ആകണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നക്കാപ്പിച്ച ശമ്പളത്തിൽ ഇങ്ങനെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാതെ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട് ഒന്നഴിഞ്ഞാടി നല്ലൊരു ജോലിയോ പണമുണ്ടാക്കാനോ ഉള്ള വഴി നോക്കടി. അതല്ലെങ്കിൽ നല്ലൊരു പണച്ചാക്കിനെ അങ്ങ് പിടിക്ക്, അവനെ ഇങ്ങോട്ട് വിളിക്ക്. അമ്മയും ഇവിടെ ഇല്ലേ? രണ്ടുപേർക്കും കൂടെ അവൻ്റെ സ്വത്ത് മുഴുവനും അടിച്ചു മാറ്റാവടി എന്നൊക്കെ അമ്മ പറയുകയാണ്. ഞാനിതൊക്കെ കേട്ട് തല പെരുത്തു. എൻ്റെ അമ്മ തന്നെയാണോ ഇത്, അതോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണോ? എനിക്കൊന്നും അറിയില്ല. എങ്കിലും അവിടെ ഞാൻ സമ്മേനം പാലിച്ചു നിന്നു. ഇതൊക്കെ ആരുടെങ്കിലും പറഞ്ഞെങ്കിൽ വിശ്വസിക്കുമോ? പാഠം വിശ്വസിക്കുമോ? അതുകൊണ്ട് അവിടെ നിന്നല്ലേ പറ്റുകയുള്ളൂ. പിന്നെ എൻ്റെ സഹോദരൻ അധികമായിട്ട് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എങ്കിലും എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് രണ്ടുപേരുടെയും ചില ചേഷ്ടകൾ. ചില സമയത്ത് ഞാൻ ചോദിക്കും, ഇത്രയും പബ്ലിക്കായിട്ട് വേണോ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? മരുമകൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അമ്മ എപ്പോൾ പറയും, പബ്ലിക്ക്, ഇതെൻ്റെ വീടാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. മരുമകൾക്ക് അറിയാമെങ്കിൽ അവളത് മാനേജ് ചെയ്തോളും, അല്ലെങ്കിൽ നീ പോയി പറഞ്ഞു കൊടുക്ക്. ഇവിടെ അതിന് പേരിൽ ഭൂകമ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നമ്മ പറഞ്ഞു. എനിക്ക് തോന്നിയത് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു ജീവിതമാണെന്നാണ്. ഓരോരുത്തർക്കും ഓരോ ലെവലാണല്ലോ മാഡം അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സ് കുറവുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഞാനിങ്ങനെ വ്യത്യസ്തയായത്? ഇവരെ പോലുള്ള സ്വഭാവം എൻ്റെ തലയിൽ കയറിയായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നൊക്കെ വരെ ഞാൻ ആലോചിക്കും. പക്ഷേ എങ്കിലും എന്തോ എന്നെ പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ് മാഡം. കുറച്ച് നാളായിട്ട് അമ്മ എൻ്റെ പുറകെ നടന്ന് പറയുകയാണ്, എടി എനിക്കറിയാവുന്നൊരു സാറുണ്ട്. എൻ്റെ കസ്റ്റമറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അവിടെ നിനക്ക് സൂപ്പർവൈസറായിട്ട് എല്ലാം നോക്കി നടത്തുന്ന ആളായിട്ട് ജോലി പുള്ളിക്കാരൻ വാങ്ങിച്ചു തരും. പക്ഷേ വെറുതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലെന്ന് ഞാൻ പറയും. എനിക്ക് പുള്ളിയുടെ ജോലി വേണ്ടാന്ന്. പക്ഷേ ഒരു ദിവസം അമ്മ അയാളെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾക്ക് ഒരു 40-48 വയസ്സ് കാണും. കണ്ടാൽ യോഗ്യനാണ്. ആർക്ക് കണ്ടാലും അദ്ദേഹത്തോടൊരു ബഹുമാനമൊക്കെ തോന്നും. ഇഷ്ടം പോലെ പണമുണ്ടെന്ന് വന്ന കാറ് കണ്ടാലേ അറിയാം. അങ്ങയുടെ കെട്ടും മട്ടും വേഷവിധാനവും മാലയും മോതിരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പണത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു അതിശയം തന്നെ തോന്നും. പുള്ളിക്ക് ചായ കൊണ്ടു കൊടുക്കാൻ അമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ എന്താ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണെന്ന്. ഓ, നിന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാകുന്ന തോന്നുന്നില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാതെ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത് ചെന്നിരുന്ന് ഞാൻ ചായ കൊടുത്തു. എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മാഡം ഞാൻ ഞെട്ടിപ്പോയത്. പണക്കാരനൊക്കെയാണ്, അതിൽ ഞെട്ടലില്ല. പക്ഷേ കേരളം അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. കാര്യം ഒത്തിരി നല്ല ഗ്രൂപ്പുകളും അതും ഇതൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ പുള്ളിയെ മാധ്യമങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അറിയാത്തത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. കാര്യം ധാരാളം വ്യവസായ പ്രമുഖന്മാരുണ്ട്. പക്ഷെ നമ്മൾക്കറിയാവുന്നത് പേരിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അവർ വന്ന് പത്രത്തിലോ അല്ലെങ്കിൽ പരസ്യത്തിലോ വരുന്നുകൊണ്ട്. ഇതും അതേപോലെ പ്രശസ്തനാകാത്ത പക്ഷേ അവരെക്കാളൊക്കെ പണമുള്ള ഒരാളെന്ന് പറയാം. കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടി. പുള്ളി പറഞ്ഞത് വലിയൊരു സ്ഥാപനത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമെന്നാണ്. ഞാൻ പറഞ്ഞു, സാർ
സാർ എന്തായി പറഞ്ഞത്? പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്. ആ സമയത്ത് നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്കുണ്ടല്ലോ, എന്തിനാണ് സാറ് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, പണമുണ്ടെങ്കിൽ ആരും ഓക്കെയാണ്, എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ നിൻ്റെ അമ്മയുണ്ടല്ലോ, റോസമ്മയുടെ മോള്, അവളാണ് എൻ്റെ ടാർഗറ്റ്. അതെനിക്ക് നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണെന്ന് പുള്ളി പറയുകയാണ് മാഡം. എന്തൊക്കെയോ ക്രേസിനെസ് പുള്ളി പറഞ്ഞു. അവിടെ വെച്ച് എൻ്റെ അടുത്തേക്ക് മാറിയിരിക്കുകയും ഒരു രീതിയിലുമുള്ള എതിർപ്പുകൾ വകവയ്ക്കാതെ അദ്ദേഹം പോപ്പോയ്ക്ക് എന്നെ വിധേയമാക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ വർണ്ണനകളും പുള്ളി യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്കൊരു വിധേയത്വം വന്നതുപോലെ അമ്മ അത് കണ്ടുകൊണ്ടാണ് വന്നത്. ഷൂ സാറേ, ഇവിടെ ഇത്രയും മെച്ചപ്പെടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചില്ല എന്നമ്മ പറയുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ എടി സാറിനോടൊക്കെ ഒന്ന് അടങ്ങി ചേർന്നിരിക്കടി. പുള്ളി കാണിക്കുന്ന കുസൃതികളൊക്കെ അങ്ങ് അംഗീകരിക്കുക. ഒരു പ്രശ്നം നിനക്ക് വരില്ല. നിനക്ക് കിട്ടാൻ പോകുന്ന സാലറി 60,000-ന് മേലെയാണെന്ന് ഓർത്തോണം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് ഗ്യാരണ്ടി തന്നു, വാറണ്ടി തന്നു ആ സ്ഥാപനത്തിൽ എന്ന് ഞാൻ കാണുമെന്ന്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മേനോട് പറഞ്ഞു, എടി ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. എന്തായാലും നിൻ്റെ വിധി ഇങ്ങനെയായി. നീ ഇനി പിടിച്ചു കെട്ടി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മറ്റൊരുത്തൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും നീ അടിമയെ പോലെ നടക്കേണ്ടി വരും. നീ ഈ ഒരു കാര്യത്തിന് മാത്രം സമ്മതിക്ക്, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞമ്മേ, പുള്ളി എത്രയോ നല്ല കൊച്ചു പെൺപിള്ളേരെ കിട്ടുന്ന ആളാണ്. എന്നിട്ടും എൻ്റെ പുറകെ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതിൻ്റെ ഉത്തരം അദ്ദേഹം നിന്നോട് പറഞ്ഞില്ലേ? നീ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ? പുള്ളി എന്നോട് പറഞ്ഞു. എന്നാലും അമ്മയാളും തമ്മിൽ എന്താ ഇത്ര റൊമാൻറ്റിക് ബന്ധം? അതങ്ങനെയാടി, ചില മനുഷ്യർ തമ്മിൽ നല്ല പൊരുത്തം കാണും, അതുകൊണ്ട് അങ്ങനെ പലതും കാണും. നീ ദുരൂഹതയുടെ മല കുഴിച്ചു നോക്കാതെ നീ നിന്റെ കാര്യം നോക്ക്, നീ ഇതെങ്കിലും അനുസരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇനിയെങ്കിലും ഞങ്ങളെ എതിരിടാതെ ഇതിൽ നിൽക്കൂ. 60,000 രൂപ ശമ്പളം, അതിൽ ഞങ്ങൾക്ക് 5 പൈസ വേണ്ട. ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും അതിലങ്ങ് വീണു പോയി. മാഡം, എന്തായാലും ഇനി ഒരു കല്യാണം കഴിച്ചാലും ഒരു പുരുഷനെ സഹിക്കേണ്ടി വരും. അത് ഇടയ്ക്കിടയ്ക്ക് ഇയാളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നോർത്തു. അതുമാത്രമല്ല, അയാളോട് എനിക്കൊരു ആരാധനയും തോന്നിയിരുന്നു. അതാണ് സത്യം. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം രാത്രി വീട്ടിൽ വന്നു. അമ്മയും ഞാനും തനിച്ചാണ്. അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ച് അങ്ങനെ സൽക്കരിച്ചു. അത് കഴിഞ്ഞ ശേഷം എന്നെ ഒരുക്കി സെൻറ്റൊക്കെ അടിച്ചിട്ട് അവിടെ ഒരുക്കിയ മുറിയിലേക്ക് വിട്ടത്. പുള്ളി എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ആഹാ നീ ഒരു സുന്ദരിയാണല്ലോ, പ്രസവിക്കാത്തതിൻ്റെ ഗുണം നിൻ്റെ ദേഹത്ത് കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. അമ്മയപ്പോൾ ചോദിച്ചു, എൻ്റെ അസിസ്റ്റൻസ് വല്ലതും ആവശ്യമുണ്ടോയെന്ന്. ആഹാ അങ്ങനൊരു താല്പര്യമുണ്ടോ? എങ്കിൽ വേഗം വരൂ എന്ന് പറഞ്ഞ് അമ്മയും കൂടെ കയറി. എനിക്കാണെങ്കിൽ ചമ്മലായിരുന്നു. അമ്മ പറഞ്ഞു, ഇനിയിപ്പം നോക്കിയിട്ടൊരു കാര്യമില്ല, ഉപകാരമുള്ള കാര്യമല്ലേ. സാറിൻ്റെ ഇഷ്ടങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നീ മുട്ടുകുത്തിയിരുന്ന് നന്നായി മേലോട്ട് നോക്കി പ്രാർത്ഥിക്കണം, അതാണ് സാറിന് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞു. അമ്മ എങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അമ്മ എനിക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ ശേഷം മനസ്സില്ലാ മനസ്സോടെ ഞാനും മുട്ടിപ്പായി മേലെ നോക്കിയൊന്ന് പ്രാർത്ഥിച്ചു. സാറിനത് ഒത്തിരി ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ് എനിക്ക് കുറവാണ്, കാര്യം എൻ്റെ ഭർത്താവ് അങ്ങനെ ശല്യമൊന്നും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അമ്മ കാണിച്ചു തന്ന പാതയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. എല്ലാ സ്ഥലത്തും അമ്മയുടെ സഹായമുണ്ടായിരുന്നു. സാറ് ജഗജാലക്കില്ലാടിയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു, ഇത്തിരി പ്രയാസം കാണും, എങ്കിലും നീ സാറിനെ അനുസരിക്കണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ജെല്ലൊക്കെ അമ്മ കൊണ്ടുവന്ന് ഞങ്ങളെ ഒത്തിരി സഹായിക്കുകയും ചെയ്തു. മാഡം, കുറേ കഴിഞ്ഞപ്പോൾ ചമ്മലൊക്കെ പോയി. അതുമാത്രമല്ല, മണക്കൂസെന്ന് അമ്മ അവകാശപ്പെടുന്ന ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയതൊക്കെ കടുകുമണിയോളം മാത്രം. എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മഞ്ഞുമലയല്ല, പർവ്വതമലയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആഹ്ലാദിക്കാതിരിക്കുമോ? ഇതെല്ലാം ആദ്യത്തെ വട്ടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയാണ് മിടുക്കി. അമ്മ പറഞ്ഞതിൽ സത്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇത്രയും നാളോ അമ്മയോടുള്ള വെറുപ്പ് എനിക്ക് അലഞ്ഞു പോയി. പക്ഷേ അമ്മ പറഞ്ഞു, സാർ വരുമ്പോൾ നീ സുരക്ഷയൊന്നും ചിന്തിക്കരുത്, നിനക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ല, സാറിനോട് അറിഞ്ഞു പെരുമാറണം എന്നങ്ങ് പറഞ്ഞു. പിന്നീട് വരുമ്പോൾ ചിലപ്പോൾ അമ്മ കൂടെ കയറും, ഇല്ലെങ്കിൽ വരില്ല. പക്ഷേ അമ്മ പറഞ്ഞതിന് എതിരായിട്ടാണ് മട സംഭവിച്ചത്. അബദ്ധം എനിക്ക് പറ്റി. അമ്മയത് എനിക്ക് 2 ദിവസം കൊണ്ട് ക്ലിയറാക്കി തരികയും ചെയ്തു. പക്ഷേ അതിനുശേഷം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എനിക്കതിനു മുമ്പേ ജോലി കിട്ടിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി മാഡം. ഈ സാലറി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ്, നല്ല ജോലിയുണ്ട്. അയാൾ എന്നിൽ നിന്നും അകന്നു പോയി.
കഴിഞ്ഞ മാസങ്ങളിൽ അയാൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സേവനം നടത്തണമെന്നാണ് പറയുന്നത്. അമ്മ പറഞ്ഞു, പുള്ളി അങ്ങനെയാണ്. ആദ്യം ഒരാളെ ടാർഗറ്റ് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം ആദ്യം പുള്ളി ഒരു സദ്യ കഴിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവനും വിളമ്പലാണ്. അദ്ദേഹത്തിന് മടുത്ത് കാണും, അതുകൊണ്ട് അദ്ദേഹം പോയി. ഇനിയിപ്പോൾ നീ നാട്ടുകാർക്ക് വേണ്ടി പ്രയത്നിക്കണം. അദ്ദേഹം പറയുന്നത് വലിയ വലിയ ആൾക്കാരുടെ കൂടെയുള്ള കമ്പനിയാണ്, അതുകൊണ്ട് നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും. അതുമാത്രമല്ല 60,000 എന്നുള്ളത് 1,00,000 രൂപ വേണമെങ്കിലും ആകാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ കുറച്ചാളുകളെ അഡ്ജസ്റ്റ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും തുടങ്ങി മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാളും ഞാനും കൂടി ഫോൺ ബന്ധം മാത്രമേ ഉള്ളൂ. പറയുന്നിടത്ത് ഞാൻ ചെല്ലും, എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കൈ കടത്തും, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും. ഇത് മാത്രമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡാഷാണ് ഞാനെന്ന് എനിക്കിപ്പോൾ അവകാശപ്പെടാൻ പറ്റും. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പൈസയൊന്നും അമ്മ എടുക്കുന്നില്ലെങ്കിലും ഇതൊരു കുത്തഴൻ ജീവിതമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കുറേ നാളത്തേക്ക് ജീവിക്കാനുള്ള പണമൊന്നും എനിക്ക് സമ്പാദിക്കാനായിട്ടില്ല. പക്ഷേ 1-2 വർഷം തുടർന്നു കഴിഞ്ഞാൽ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റും മാഡം. അത് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ എന്താണ് മാഡം? അങ്ങനെ ചെയ്താൽ മതിയോ, അതോ ഇപ്പം തന്നെ ഞാൻ പിന്തിരിയണോ? എന്തായാലും തെറ്റാണ് ചെയ്യുന്നത്. എങ്ങനെയൊരു പ്ലാൻ ആയിരിക്കും എൻ്റെ ജീവിതത്തിന് നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൊള്ളാം, കുളു മണാലി ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് തരുമോ എന്ന് ട്രാവൽ ഏജൻസിക്കാരോട് ചോദിക്കുന്ന പോലാണല്ലോ ദൈവമേ ഇത്. എന്തായാലും എനിക്കതിൽ പ്ലാനിങ് ഒന്നുമില്ല. എങ്കിലൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ വീണ് കിടക്കുന്നത് ഒരു കുഴിയിലാണ് എങ്കിൽ കൂടിയും അവിടെ നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ 2 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ലക്ഷ്യം സമ്പാദിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇനിയും ചെറിയ പ്രായമായതുകൊണ്ട് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാം. നിങ്ങൾ ആ ഒരു പണമൊക്കെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് കാണിച്ച് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സെറ്റിലാകുക. അത് നല്ലൊരു കാര്യമാണ്. ആകെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു കുളിരുമില്ലെന്നാണല്ലോ. അപ്പം ഈ ഒരു കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അതല്ലെങ്കിൽ ഇപ്പം തന്നെ നിർത്തുക. ഉള്ള പണം കൊണ്ടൊരു ചെറിയ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ചെറിയൊരു വീടൊക്കെ എടുത്തിട്ട് താമസിക്കുക. അവിടെ നിന്ന് വേറെ ജോലിക്ക് ശ്രമിച്ച് അങ്ങനെ രക്ഷപ്പെടുക. ഉള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇത്തരമൊരു രീതിയിൽ നിന്ന് പിന്മാറുക. അതാണ് ഏറ്റവും നല്ല വശം. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത്, ഈ സഹോദരനും അമ്മയും എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ലൊരു പണം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റാനാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക, കരുതി ജീവിക്കുക. കാര്യം അവർക്ക് നല്ല വക്രബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ഒത്തിരി രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാം. അതൊന്നും ഇല്ലാതെ സുരക്ഷിതമായി ജീവിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സേഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക, രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഇതും കൂടി എനിക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ.